വയനാട് കള്ളാടിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തം വലിയ രാഷ്ട്രീയ പോരിനു കൂടിയാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. പിണറായി സർക്കാർ തുടക്കം കുറിച്ച വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ പ്രദേശത്താണ് ദുരന്തമുണ്ടായത് എന്നതാണ് ഇതിന് രാഷ്ട്രീയ നിറം നൽകിയത്. അപകടത്തിൽ ഇതുവരെ 7 പേർ മരിച്ചു. ഒരാളെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സംഭവം നടന്ന ഉടൻ തന്നെ 2 മന്ത്രിമാർ സ്ഥലത്തെത്തി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. മുഖ്യമന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ച് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. സംഭവത്തിൽ വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ ഉത്തരവാദികൾ ആരെന്ന തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പദ്ധതിയുടെ പാറപൊട്ടിക്കൽ ഉദ്ഘാടനം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി നിർവഹിച്ചു. അതിനും മുൻപ് പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം വേറെയും നടത്തിയിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഈ പദ്ധതിയെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ LDF ശ്രമിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. എന്നാൽ പ്രതിപക്ഷത്തായിരിക്കെ VD സതീശൻ പദ്ധതി സംബന്ധിച്ച് ആശങ്ക ഉയർത്തുകയും കൃത്യമായ പരിസ്ഥിതിയാഘാത പഠനം നടത്തണമെന്ന ആവശ്യം ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് സതീശനെ മണ്ണ് പരിശോധകൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് CPM ചെയ്തത്. കഴിഞ്ഞ ദിവസത്തെ അപകടത്തിൽ സർക്കാർ വിദഗ്ധ സമിതി അന്വേഷണം പ്രഖ്യാപിച്ചതോടെ CPM അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന പേടിയിലാണ്. കാരണം വിദഗ്ധ സമിതി തുരങ്കപാത പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും പരിശോധിക്കും. അപകടത്തിലേക്ക് നയിച്ചതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുകയാണ് ലക്ഷ്യം. എന്നാൽ സമിതി അന്വേഷണം നടത്തുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തുകയാണ് ചെയ്തത്. പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചത് സൂത്രപ്പണിയിലൂടെ അല്ലെന്ന പിണറായിയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിനുള്ള മറുപടിയാണ്. സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാൻ വേണ്ടി ബോധപൂർവം വിവാദമുണ്ടാക്കുകയാണ്. നാടിനാവശ്യമായ പദ്ധതി പ്രാവർത്തികമാക്കാനുള്ള ഇടപെടലാണ് മുഖ്യമന്ത്രി നടത്തേണ്ടത് എന്നെല്ലാം പിണറായി പറയുന്നുണ്ട്. കൂടാതെ പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നിർമ്മാണ കമ്പനി മാറ്റാത്തത് സർക്കാരിന്റെ അനാസ്ഥയാണെന്നും വിമർശിക്കുന്നു പ്രതിപക്ഷം. മുൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചായിരുന്നു. എന്നാൽ പിണറായിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ വേറെ താല്പര്യമുണ്ടെന്നാണ് മന്ത്രി തിരിച്ചടിക്കുന്നത്. സർക്കാരിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി രക്ഷാപ്രവർത്തനമാണ്, അതിനുശേഷമാണ് ബാക്കിയെല്ലാം. ഇപ്പോൾ വിവാദത്തിനില്ല. ഞങ്ങളുടെ നിലപാട് അതാണ്. ഇവിടെ വന്ന് കാണുന്നവർക്ക് കാര്യം മനസ്സിലാകും. ആദ്യം സർക്കാർ വിചാരിച്ചത് കൂടിക്കിടന്ന മണ്ണ് ഒലിച്ചിറങ്ങിയതാണെന്നാണ്. എന്നാൽ അതല്ല, പുതുതായി ഉരുൾപൊട്ടലുണ്ടായിരിക്കുകയാണ്. നിലവിൽ മണ്ണെടുത്തിരിക്കുന്നതിന് തൊട്ടു മുകളിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. അതെന്തുകൊണ്ട് എന്നൊക്കെ കണ്ടെത്താനാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. കമ്മിറ്റി അന്വേഷിക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ. ആരുടെ ഭാഗത്താണ് കുറ്റമെന്ന് കമ്മിറ്റി കണ്ടുപിടിക്കുമല്ലോ. കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ വെയിറ്റ് ചെയ്തുകൂടെ? അതിനു മുൻപ് പ്രതിപക്ഷ നേതാവ് പ്രതികളെ കണ്ടെത്തേണ്ട കാര്യമില്ലല്ലോ. കമ്പനിയുടെ ഭാഗത്ത് പിഴവുണ്ടോ, അവർ തങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയണം. അതെല്ലാം പരിശോധിക്കണം. അതിനു മുൻപ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ താല്പര്യം വേറെയാണ്. സർക്കാരിന് സുരക്ഷയാണ്, ജനങ്ങളുടെ ജീവനാണ് പ്രധാനപ്പെട്ടത് എന്നും വ്യക്തമാക്കുന്നുണ്ട് റവന്യൂ മന്ത്രി.